ഇന്നത്തെ വീഡിയോ നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അമ്മയുടെ സ്പെഷ്യൽ സാമ്പാർ പൊടിയാണ്. അപ്പോൾ രാവിലെ തിരക്കുള്ളവർക്കൊക്കെ ഒരു നല്ല പരിപാടിയാണ് കേട്ടോ ഈ സാമ്പാർ പൊടി. പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റിയൊരു വഴിയാണ്. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കുക. എന്നിട്ട് അതിൽ കായം 100 ഗ്രാം ഇടുക. ചെറു ചൂടിലാണ് നമ്മളിത് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. കായത്തിൽ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അല്ലെങ്കിൽ അത് എടുത്തു വയ്ക്കാൻ പറ്റില്ല, കേട് വരും പെട്ടെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ചെറു ചൂടിലിട്ടിട്ട് എല്ലാം തന്നെ ചെറു ചൂടിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് ഉലുവ, 100 ഗ്രാം ഉലുവ ഇതുപോലെ ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് മാറ്റാം. ചെറു ചൂടിൽ തന്നെ വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചെറു ചൂടിൽ തന്നെ എപ്പോഴും ഇളക്കിയും കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക എപ്പോഴും. ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അടുത്തത് കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പും ഒരു 100 ഗ്രാം തന്നെ വേണം. 100 ഗ്രാം കടലപ്പരിപ്പ് ഇതുപോലെ ചെറു ചൂട്ടിൽ തന്നെ വറുത്തെടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ ഒരു സ്മെല്ല് വരും നമുക്ക്. അത് മൂത്തതിൻ്റെ ഒരു മണം വരുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റണം കേട്ടോ. ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കണം എന്നല്ല, പെട്ടെന്ന് ചൂട് കൂടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ചൂട് കുറച്ചിട്ട് ഇളക്കിയിട്ട് തന്നെ ഇരിക്കുക. പിന്നെ അടുത്തത് ഉഴുന്ന് പരിപ്പ് 50 ഗ്രാം മതി. 50 ഗ്രാം ഉഴുന്ന് പരിപ്പ് ഇടുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നമുക്ക് രാവിലെ തിരക്കുള്ള സമയത്തൊക്കെ സാമ്പാറിന് കൊഴുപ്പിനനുസരിച്ച് ഈ പൊടി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്ന് വറുത്തെടുത്തു. അടുത്തത് മസൂർ പരിപ്പ് കേട്ടോ. മസൂർ പരിപ്പും 50 ഗ്രാം തന്നെ മതി. ഇതൊക്കെ നമ്മൾ ഇടുന്നത് എന്തിനാ വെച്ചാൽ അതിനൊരു കൊഴുപ്പ്, സാമ്പാറിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ ഇടുന്നത്. പിന്നെ ഒരു നല്ല സ്മെല്ലും ഉണ്ടാവുമല്ലോ ഈ പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് ഇടുന്നത് നല്ലതാണ് കേട്ടോ. കുരുമുളക് ഇടുക. അത് ചൂടാക്കി എടുക്കണ്ട. നമ്മളിപ്പോൾ പരിപ്പ് ചൂടാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മൾ ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ചൂടായിക്കോളും. പിന്നെ പച്ചമല്ലി 1/2 കിലോ വേണം കേട്ടോ. പച്ചമല്ലി 1/2 കിലോ വാങ്ങിച്ചിട്ട് അത് കഴുകി ഉണക്കിയിട്ട്, എന്താണെന്ന് വെച്ചാൽ കഴുകി വൃത്തിയായിട്ട് ഉണക്കിയെടുക്കണം. അല്ലെങ്കിൽ അത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതും മൂക്കുന്നത് വരെ ഇളക്കി ചൂടാക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചരിയാണ് കേട്ടോ. പച്ചരി ഉള്ളവർ പച്ചരി ഇടുക. ഞാനിവിടെ ഉണങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വീട്ടിൽ അമ്മയുടെ അടുത്ത് ഉണങ്ങലരിയാണ് ഉള്ളത്. പച്ചരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉണങ്ങല്ലരി എടുത്തിട്ട് വറുത്തു. അപ്പോൾ അതിൻ്റെ അരി വറുത്ത ഒരു മണം വരുമ്പോൾ നമ്മളത് എടുക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റിയിട്ട് ഈ വറുത്തതിൻ്റെ കൂട്ടത്തേക്ക് ഇടുക. അത് കഴിഞ്ഞാൽ മുളക് 250 ഗ്രാം മുളക് എടുക്കുക. അത് നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും വെള്ളത്തിലിട്ടിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോഴാണ്, അല്ലെങ്കിൽ അതിലുള്ള പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കലരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അതും ഒന്ന് മൂക്കണത് വരെ വറുത്തിട്ട് ഈ മിശ്രിതത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേപ്പില കുറച്ച് അധികം വേണം കേട്ടോ. അപ്പം നമ്മൾ ഫ്രഷായിട്ട് തന്നെ വേപ്പില ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പം തന്നെ പോയി പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ അമ്മ മരത്തുമെന്ന് പൊട്ടിക്കുകയാണ്. ഫ്രഷായിട്ട് വേപ്പില ആയിക്കോട്ടെ പറഞ്ഞിട്ട്. അത് നന്നായിട്ട് കുറച്ചധികം വേപ്പിലെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട്, അത് തണ്ടോട് കൂടി ഇടരുത്, അങ്ങനെ ഊരിയെടുക്കുക. എല്ലാത്തിൻ്റെ മുകളിൽ നിന്ന് ഊരി മാറ്റിയിട്ടാണ് ചൂടാക്കാൻ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് മൂക്കുമ്പോൾ അതിലത്തെ വെള്ളത്തിൻ്റെ അംശം പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കഴുകിയിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെ തണ്ടൊക്കെ നമ്മൾ ഊരി മാറ്റിയിട്ട് ഇല മാത്രം മതി കേട്ടോ. വേപ്പില മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിലത്തെ ജലാംശം പോകുന്നത് വരെ നല്ലോണം ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പം നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. നമ്മളെല്ലാം വറുത്തെടുത്തിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ആറിയതിന് ശേഷം മാത്രമാണ് നമുക്കിത് പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതൊന്ന് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കുക കേട്ടോ. അത് പൊടിച്ചെടുത്തിട്ട് നമ്മളപ്പം തന്നെ അത് അരിച്ചെടുക്കുക. നല്ല നൈസായിട്ട് പൊടിച്ച് ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടി റെഡി ഗായ്സ്. ബൈ.